ദീപ്തിക്ക് ഈ ഗ്രൂപ്പിൽ ഒരു ഇതും ഇല്ലാണ്ട് 9 മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യമായിട്ട് വിളിച്ചു കിട്ടി എന്നിട്ട് ചേർത്തൊരു വ്യക്തിയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ അത്രമാത്രം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ബൈബിളിൽ വചനം എഴുതി വെച്ചിട്ടൊക്കെ ചേർന്നൊരു വ്യക്തിയാണ്. ദൈവം അന്ന് അങ്ങനെയാണ് എന്നെ കാണാനും എടുക്കാനും വിളിക്കാനും ഒക്കെ പറ്റിയത്. ആദ്യത്തെ വിളിയിൽ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ എന്തുവാണ് യഥാർത്ഥമായിട്ട് സംഭവിച്ചത്? നിങ്ങൾക്ക് എന്ത് സാക്ഷ്യമാണ് പറയാനുള്ളത്? ആമേൻ. ചേർന്ന് അന്ന് തന്നെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ. പ്രാർത്ഥിച്ച സമയത്ത് തന്നെ സിസ്റ്റർ ആലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ അടുത്ത് മാതാവ് ഒരുപാട് സാന്നിധ്യം കാണുന്നതും പിന്നെ ഈ ഒരു ഗബ്രിയേൽ ദൂതന്റെ മെസ്സേജ് ഗബ്രിയേൽ ദൂതൻ ഒരു ദൂതമായിട്ട് വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. സിസ്റ്ററിനോട് വേറൊരു ദിവസം ഒരു പ്രാർത്ഥന ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ജോലിയുടെ ഫീൽഡ് മാറാൻ ആലോചിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ഒക്കേഷണലി പോവാണ് ടീച്ചറായിട്ട്. ചില ദിവസങ്ങളിൽ ഇപ്പൊ കിട്ടില്ലെന്ന് വരും, ചില ദിവസങ്ങളിൽ. എന്നാലും ഒരു സ്ഥിരമായിട്ട് പോണെങ്കിൽ ഒരു വരുമാനമൊക്കെ സ്ഥിരമായ ഒരു വരുമാനത്തിലേക്ക്. അല്ല, ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇടയ്ക്കൊന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടോ, സോറി ഫോർ ദാറ്റ്. അത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനും വിചാരിച്ചു ഒരു ടീച്ചർ ഇനി ഏത് ഫീൽഡിലോട്ട് മാറാനാണ്. പക്ഷെ പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എനിക്ക് എപ്പോഴും ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇത് തന്നാൽ എനിക്ക് മനസ്സിലാവും ഇത് എൻ്റേതല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷേ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് വേറൊരിടത്തിലോട്ട് മാറുക? പിന്നെ നിങ്ങളവിടെ വലിയ ഇതിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹയർ പൊസിഷനിലോട്ട് മാറാനുള്ളതും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇൻക്രിമെൻ്റ് ഉണ്ടാകാനുള്ള ചാൻസും ഒക്കെ വളരെ കുറവാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്തിരിക്കുമ്പോഴും നിങ്ങൾ അഥവാ അത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആയെങ്കിൽ അതിൻ്റെ ഡബിൾ കൺഫ്യൂഷനിലാണ് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പം. ചോദ്യം എൻ്റെ വായിൽ നിന്ന് തന്നെയാണ് വന്നത്, ഞാനല്ല പറഞ്ഞത്. പക്ഷേ വായിൽ നിന്നാണ് വന്നത്, നിങ്ങൾക്ക് ബോധ്യമാകും ഞാൻ പറയുന്നത് എന്താണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ചു. ഇനി ബാക്കി പറഞ്ഞോളൂ. എന്റെ ലൈസൻസ് 3 ഉണ്ട്. ലൈസൻസ് ഉണ്ട്, സോഷ്യൽ വർക്കിന്റെ ലൈസൻസ് ഉണ്ട്, ഇസിയുടെ ലൈസൻസ് ഉണ്ട്. അപ്പം സോഷ്യൽ വർക്കിന്റെ ലൈസൻസ് ഒരു ഇച്ചിരി കൂടെ ഉറക്കെ പറയാവോ? റെക്കോർഡിങ് ചെയ്യുന്നോണ്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല കേട്ടോ. അതോ നിങ്ങൾ ദൂരെ മാറിയിരുന്നാണോ പറയുന്നത്? അടുത്തന്നെ അല്ലേ? എന്തോ ഒരു കുറവുണ്ട്. പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ടീച്ചിങ് ലൈസൻസ് എടുക്കുമ്പോ തന്നെ എനിക്ക് ഉള്ളിന്ന് പ്രാർത്ഥന സമയത്ത് ഒരു ദിവസം രാത്രി ഇരിക്കുമ്പോൾ ഉള്ളിന്ന് ലൈസൻസ് എടുക്കാനുള്ള പ്രചോദനം കിട്ടിയിട്ട് ഞാൻ എടുക്കുന്നത്, ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും ലൈസൻസ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എടുക്കുന്നതൊക്കെ. അത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന പിന്നെയാണോ അങ്ങനെ ഉണ്ടായത്? ഇല്ല, അത് 2019 സംഭവിച്ച കാര്യം. ഞാനൊരു വെരി ഗുഡ്. മനസ്സിലായി. അങ്ങനെയാണ്. അപ്പൊ ഇതിന് ശരിക്കും അപ്പൊ ഇപ്പൊ ലൈസൻസ് കിട്ടിയിട്ടും സ്കൂൾ ബോർഡിൽ കയറുമ്പോഴും അതിനുശേഷമുള്ളതൊക്കെ ശരിക്കും കർത്താവിന്റെ വ്യക്തമായ ഇടപെടലുണ്ട്. ഈ ഗ്രൂപ്പിൽ ചേരുമ്പോഴും സിസ്റ്ററിനോട് എനിക്ക് ഇതൊക്കെ ചോദിക്കണമെന്നായിരുന്നു എന്റെ കൺഫ്യൂഷൻ. ഞാൻ ഇതുവരെ കൗൺസിലിംഗ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്ക്. കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ സിസ്റ്ററിനോട് ചോദിക്കണം ജോലി മേഖലയിൽ എന്തെങ്കിലും മാറാൻ ആഗ്രഹിക്കണം. അപ്പൊ എന്റെ ഉള്ളിൽ കൺഫ്യൂഷൻ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് തന്നെയാണ് ജോലി മേഖല, അത് കർത്താവ് ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഒരു ആശ്വാസം ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഞാൻ വേറെ തിരിഞ്ഞു നോക്കണ്ടല്ലോ, ഇതിൽ തന്നെ നിന്നാ മതി, തിരിഞ്ഞു നോക്കണ്ടല്ലോ, അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന ഗ്രൂപ്പിലാണ് ഞാനൊന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വേറെ ദിവസം പേഴ്സണലി സുജയ്ക്ക് പേഴ്സണൽ പ്രാർത്ഥന ചെയ്തോണ്ടിരുന്നപ്പോ ഒരു സന്ദേശം കിട്ടി. പറഞ്ഞോ. ഈശോ പറഞ്ഞു എനിക്ക് ജോലി മേഖലയിൽ ഒരു മാറ്റം ഉയർച്ച വരുത്താൻ പോണ്ടെന്ന് പറഞ്ഞു ഈ ജോലി മേഖലയിൽ. അപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ സമ്മതിച്ചു നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ വേറൊരു ഫ്രണ്ടും ഇവിടെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അവരും എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഈശോ കൊണ്ടുവരേണ്ട ജോലി. പല രീതിയിൽ എനിക്ക് മെസ്സേജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ തുടങ്ങി ഈ നവംബറിൽ തുടങ്ങി ഈ ജനുവരി വരെ. അതിനിടയ്ക്ക് ഞാൻ പോണ ക്ലാസ്സില് കഴിഞ്ഞ നവംബർ തുടങ്ങി ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് വീക്ക് ഓഫ് നവംബറോ തുടങ്ങി ഞാൻ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് പോകുന്നുണ്ട് ആ ക്ലാസ്സിൽ. കാരണം ഒരു ടീച്ചർ അപ്പൊ തുടങ്ങി പെറ്റേണിറ്റി ലീവിലാണ്. അപ്പം ഞാൻ പോകുന്നുണ്ട്. അപ്പം ഈ ആഴ്ച കഴിഞ്ഞ 13-ാം തീയതിയാണ് ഞാൻ ഇപ്പൊ പോയപ്പോഴാണ് ടീച്ചർ പ്രിൻസിപ്പൾ പറയുന്നത് ഇവിടെ ഒരു പൊസിഷൻ ഒഴിവുണ്ട്, ലാസ്റ്റ് ഡേ ആണ്, ആരും ഇതിൽ അപ്ലൈ ചെയ്യാമോ, എന്റെ ദൈവമേ, തമ്പ്രാൻ ഇങ്ങോട്ട് വിളിച്ചു വന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഈ ജോലി വേണോ, അപ്ലൈ ചെയ്യാമോ? എങ്ങനെ ഇരിക്കുന്നു പ്രിയപ്പെട്ട? തമാശ കളിയാ അല്ലേ കർത്താവിന്? ഞാൻ ഒരിക്കലും എന്റെ കപ്പാസിറ്റി വെച്ചിട്ട് നിനക്കറിയാലോ, ഞാൻ പോയൊരു ജോലിക്ക് അപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു LTO പൊസിഷന് കൊടുത്തിട്ട് അപ്പൊ അവർക്ക് എന്നോട് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്യും. അപ്പം നിനക്കറിയാം എന്റെ അവസ്ഥ. അപ്പൊ നീ എനിക്ക് തരുന്ന ജോലിയാണെങ്കിൽ എന്നോട് ഞാൻ ഇങ്ങനെ ഒരു സ്കൂളിൽ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ അവർക്ക് ആദ്യം കിട്ടാണ്ടാവുമ്പോൾ എന്റെ പവർ കൊണ്ട് പറയുന്നതല്ല,
അവർക്ക് ആഗ്രഹം കിട്ടാണ്ടാവുമ്പോ അവര് വന്ന് ഇങ്ങനെ ഒരു ഉണ്ട് നീ എടുക്കാമോ എന്ന് ചോദിക്കണം. അപ്പൊ കർത്താവ് ശരിക്കും അതും ആ ഒരു അവിടെ അങ്ങനെ വന്ന് ചോദിക്കുകയുള്ളൂ ഞാനിങ്ങനെ ഇരിക്കുമ്പോ. അതിന് മുമ്പ് ഞാൻ സൺഡേയില് ആ ചൊവ്വാഴ്ച ഞാൻ പോകുമ്പോ സൺഡേയില് ഞാൻ ഉച്ചയ്ക്കൊന്ന് അപ്പുറത്തപ്പോ ഒരു സ്വപ്നവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ ക്ലാസ് റൂമിൽ തന്നെ ആ ക്ലാസ് റൂമിലെ കുട്ടികളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ക്ലാസ് റൂമിലെ കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ മോൻ ശരിക്കും ഉണ്ടായില്ല. അപ്പൊ എന്നോട് ചോദിക്കുന്നതായിട്ടാണ് മിസ് പാൻജി ക്യാൻ യു കം ടു യുവർ ക്ലാസ് പ്ലീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്താന്ന് നോക്കുമ്പോൾ അവർ പറയുന്നത് അതർവൈസ് വി ഗെറ്റ് ഡിസ്പേഴ്സ്. പല ക്ലാസ് റൂമിലേക്ക് അവർ ടീച്ചർമാരില്ലെങ്കിൽ പല ക്ലാസ്സിലേക്ക് അലോട്ട് ചെയ്യും ഓരോരുത്തർ വിടും. അപ്പൊ പക്ഷെ ആ മൺഡേ ഞാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് വേണം. ഞാൻ ഒരു സ്ഥലത്തും ഒരു സ്കൂളിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചൊവ്വാഴ്ച കയറുമ്പോഴാണ് പ്രിൻസിപ്പൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നതും. അപ്പൊ ഇതേ കുട്ടിയുള്ള ക്ലാസ്സിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലെ? സെയിം ക്ലാസ്സാ. അപ്പം ഈ ക്ലാസ്സിലെ കുട്ടികളിൽ അവിടെ ഒരു ലിസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. മൺഡേയില് ആരും അവരുടെ ക്ലാസ്സിൽ വന്നിട്ടില്ല. എല്ലാ കുട്ടികളും ഡിസ്പേഴ്സറായി പോയിക്കുന്നതായിട്ടുള്ള ലിസ്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കേണ്ട ഒരു കുട്ടീനോട് നിങ്ങൾക്കപ്പോ ഇതിൽ ആരും വന്നില്ലേ, ടീച്ചർമാരൊക്കെ നിങ്ങൾ പല ക്ലാസ്സിലേക്കൊക്കെ വിട്ടു? അപ്പൊ അതേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ സ്വപ്നം കണക്കാണ് തലേ ദിവസം കണ്ട് 2 ദിവസം മുമ്പ് കണ്ട സ്വപ്നത്തിൽ ഈ കുട്ടികൾ എന്നോട് പറയുന്നതായിട്ട് കാണുന്നത് പ്ലീസ് കം ടു ക്ലാസ് എന്ന് പറയുന്നതും ഞാൻ ഇവരോട് ഇന്ന് ചോദിക്കുകയാണ് ഡിസ്പേഴ്സ് ആയോ നിങ്ങൾ മൺഡേ ആരും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെ പ്രിൻസിപ്പാള് വന്ന് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കണോ എന്നോട് എടുക്കാമോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ മെസ്സേജുകളും കൂട്ടി വരുമ്പോ കർത്താവ് എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പിന്നെ നോന്ന് പറയാണ്ട് എടുത്തു. പക്ഷെ അത് എടുത്തു കഴിയുമ്പോൾ ശരിക്കും നല്ല ഇതുണ്ട്, വർക്ക് ലോഡ് ഉണ്ട്. എല്ലാം ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാം ഞാൻ തന്നെ ചെയ്തു. അല്ല, അത് ദൈവമാണ് വിളിച്ചൊരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ അത് കർത്തവ്യം നിറവേറ്റാനുള്ള കൃപയും ശക്തിയും എല്ലാം ദൈവം തരുമെന്നുള്ള. അത് തന്നെയല്ല, നിങ്ങൾക്ക് അതിൽ ഞാൻ കയറിയ ഒരു ഇതിൽ ഇന്ത്യയിലോട്ട് പുറപ്പെടുന്നതിന് മുന്നേ അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇതാണ് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 8 മാസത്തിനകം ദൈവം അത് നടത്തി തരും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് 7 മാസത്തിനകം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് 8 മാസം 8-ാം മാസമായിരുന്നു നിങ്ങൾ ഏതാ ഓർക്കുന്നില്ല, 8ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് കൂട്ടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്ക് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഓഗസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ 7 മാസം കൊണ്ട് നിങ്ങളുടെ ഓഗസ്റ്റിൽ പോണേ 7-ാം മാസം നിങ്ങൾ അതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? അല്ലേ തലേ ദിവസം പോയി ബുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു പ്ലാനിങ്ങോട് കൂടെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനോടകം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെറ്റിൽമെന്റ് ദൈവം ചെയ്തു തരുമെന്നുള്ളൊരു വാഗ്ദാനം ദൈവം എന്നോട് കൂടെ പറഞ്ഞായിരുന്നു. എൻ്റെ കൂടെ ഐ മീൻ ഹീ സ്പോക്ക് ത്രൂ മീനോ. അപ്പൊ അങ്ങനെ അപ്പൊ അതും ഇവിടെ നിവൃത്തിയാകുകയാണ് അല്ലേ? ശരി, നിവൃത്തിയാകുകയാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പൊ അങ്ങനെ ദൈവം നിങ്ങൾക്ക് തന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് പക്ഷേ അനുഗ്രഹങ്ങൾ കൂടുതലായിട്ടാണ് പെട്ടെന്നാണ് കിട്ടുന്നത് കേട്ടോ ദീപ്തി. അത് നിങ്ങൾ ഒരുങ്ങിയിട്ടാണ്, നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയും ദൈവത്തോടുള്ള സ്നേഹവും ആ നിർത്താതെയുള്ള പ്രാർത്ഥനകളും എല്ലാം മാനിച്ചുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സാക്ഷ്യം അല്ലേ? സാക്ഷ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരും നിങ്ങളുടെ ഈ ഒരു ഉയർച്ചയ്ക്ക് സാക്ഷ്യമാണ്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ഹല്ലേലൂയ, 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 ആമേൻ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാനൊരു ടോക്ക് വേറൊന്നിനെയും കുറിച്ചും പറയേണ്ട. ഇതൊരു നല്ലൊരു സാക്ഷ്യം തന്നെയാണ്. കാരണം ഇവര് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവര് കാനഡയിലാണുള്ളത്. ഞാൻ ഇതുവരെ ആ ദേശത്ത് പോയിട്ടില്ല. ഇനി പോകാനുള്ള ഉദ്ദേശമൊന്നും എൻ്റേതായിട്ടില്ല. പിന്നെ തമ്പുരാൻ പറഞ്ഞു വിടുകയാണെങ്കിൽ പോകും. ഹല്ലേലൂയ. ഒരു 10 വർഷം മുന്നേ ആണെങ്കിൽ ദീപ്തി ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ പോയേനെ. ഇപ്പം എനിക്ക് അതിന് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഉള്ളത്. ദൈവം അത്യാവശ്യം എവിടെയെങ്കിലും പറഞ്ഞു വിടുന്നുണ്ടെ പോകും. എൻ്റേതായിട്ട് പ്രാർത്ഥനകളൊന്നുമില്ല. ഈശോയെ ലോകം മുഴുവൻ എന്നെ ഓടിച്ചോണ്ട് നടക്കണേന്ന് എവിടേക്കാണോ ദൈവം വിടുന്ന അങ്ങനെ പോവാന്നുള്ളതാണ്. അപ്പം ഇവരെ കൊണ്ട് ഞാൻ പറയുന്നത്, ഈ യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഞാൻ ഇവരെ കൊണ്ട് പറയിക്കുന്നതോ അല്ലെ ആൾക്കാർ വിചാരിക്കും ജോസ്മിനയ്ക്ക് കാശ് മൂത്ത് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് വല്ലവർക്കൊക്കെ കാശ് കൊടുത്ത് സാക്ഷ്യങ്ങൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാക്കിക്കുന്നതാണ്, ഉണ്ടാക്കിക്കുന്നതാണെന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്തിനും പോകുന്നവരാണ്. അങ്ങനെയൊക്കെ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് പ്രലോഭനത്തിലൊന്നും പെടുത്തിയിട്ടില്ലല്ലോ ദീപ്തി മാർട്ടിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ആമേൻ, 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 ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ സാക്ഷ്യം ഞാൻ തീർച്ചയായിട്ടും അതൊരു ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ 2 കുട്ടികളുടെയും വിദ്യാഭ്യാസം നടത്തണം. അപ്പോൾ കാനഡയിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ ദൈവത്തോട് സ്ഥായിയായിട്ട് നിന്നതുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകളും അഡറേഷനും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട്, കർണക്കൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ചതുകൊണ്ട്, ചോദിക്കാതെ കർത്താവ് ആ പ്രിൻസിപ്പളിനോട് ഈ ഒരു
ഡ്യൂട്ടി ഏറ്റെടുക്കാവോ? അപ്പൊ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളത്തിൽ മാറ്റം ഉണ്ടാവുമോ ഈ ജോലി ഏറ്റെടുത്താല്? അതോ സ്ഥിരപ്പെടുത്താൻ? ആ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അപ്പൊ അതൊരു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലേ? അപ്പൊ ദൈവം ഇതിനകത്ത് ഇത് കൺഫേം ചെയ്തല്ലോ. നിങ്ങൾക്ക് ദൈവം ഒരു ഫിനാൻഷ്യൽ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ദൈവം നടത്തി തരുമെന്നുള്ളതായിരുന്നു സന്ദേശം. അപ്പൊ നിങ്ങൾ പറഞ്ഞു പൈസയുടെ കാര്യത്തിനാണ്. അപ്പൊ ദൈവം ഈ ജോലിയിൽ പിന്നെ പോസ്റ്റ് മാറ്റി തന്നുകൊണ്ട് നിങ്ങളുടെ ആ കാര്യം, ഇത് ഒരു പ്രാവശ്യത്തേക്കല്ലല്ലോ. നിങ്ങൾ എത്ര നാൾ ആയുസ് തന്ന് നിങ്ങളുടെ എത്ര നാൾ അവിടെ ജീവിക്കാൻ പറ്റും അവരുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അത്രയും നാൾ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യുമല്ലോ. അത് മാസം തോറുമുള്ള ഒരു ഇൻക്രിമെന്റ് അല്ലേ ദൈവം തന്നത്, അല്ലാണ്ട് ഒരു പ്രാവശ്യത്തേക്കുള്ള ഒരു ഇതല്ലല്ലോ, അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമല്ലോ അല്ലേ? വലിയൊരു ഈ ഒരു സ്റ്റെപ്പ് എടുത്ത ഇനിയിപ്പം അതുപോലെ ഇനിയുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം ദൈവം തന്നെ തന്ന പോലെയാണ്. അതായത് ഇതിപ്പോ ചെറിയ ഷോർട്ട് ടൈം, ഇത് ചെറിയ ടൈം ആണെങ്കിലും ഇതുപോലെ ഇനിയും വരുന്നോണ്ടിരിക്കുമല്ലോ എല്ലാ വർഷത്തിലും. അപ്പം അത് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി എടുപ്പിക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്കുള്ളത്. എനിക്ക് പറയുകയാണെങ്കിൽ ധൈര്യം, ഇത് അടുത്തൊരു പോലെ പൊസിഷൻ വരും. ഇതിപ്പോ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ ഇനിയും ഇതുപോലെ ഇഷ്ടം പോലെ ടീച്ചർമാരെ ഇതുപോലെ എടുക്കൂലോ. അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ കപ്പാസിറ്റി അവിടെ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഹയർ മന്ത്ലി ഇൻകത്തിൽ നിങ്ങളെ ഹയർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ? ഇതുപോലെ പക്ഷെ ഇത് അപ്ലൈ ചെയ്യാണ്ട് ആ പ്രിൻസിപ്പൾ തന്നെ നിങ്ങളോട് വന്ന് ഇങ്ങോട്ട് ചോദിച്ചതല്ലേ? അങ്ങനെ ജോലി കൊടുക്കുന്ന കർത്താവിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ കണ്ടുപിടിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ സാക്ഷ്യമാകട്ടെ മറ്റുള്ള ആൾക്കാർക്ക്. കരുണക്കൊന്ത ചെല്ലുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ ശക്തിയും പിടിച്ചു പറിച്ചല്ലാണ്ട് സ്വർഗം ആരും അവകാശപ്പെടുത്തിയിട്ടില്ല എന്നാണ്. നിങ്ങൾ അതുപോലൊരു പിടിച്ചുപറിക്കാരിയായിട്ട് ഞാൻ അങ്ങ് നിങ്ങളെ മുദ്ര കുത്തുകയാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ശൈലിയും കാര്യങ്ങളെല്ലാം അഡറേഷന് പോകുന്നതെല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. കേൾക്കുന്ന ആൾക്കാർക്ക്, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്, കേൾക്കുന്ന ആൾക്കാരോടാണ്, ഇത് കാണുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ സാക്ഷ്യം വായിക്കുന്ന കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള തീക്ഷ്ണമായ പ്രാർത്ഥന, തീക്ഷ്ണമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. സാക്ഷ്യം പറയത്തക്കൊണ്ടുള്ള അനുഭവങ്ങൾ, സ്വർഗീയ അനുഭവങ്ങൾ, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കും. ഭർത്താവിന് വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിലും വേണ്ടെങ്കിലും, അതായത് നമ്മുടെ ഒരു ജാക്കബ് ചേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരനല്ലേ പറഞ്ഞത്, നീ എന്നെ ഇന്ന് രാത്രി അനുഗ്രഹിച്ചല്ലാണ്ട് നിന്നെ ഞാൻ എവിടേക്കും വിടുന്ന പരിപാടിയില്ല. അങ്ങോട്ടേക്ക് കയറി ഒരു പിടുത്തം പിടിച്ചിട്ട് യുദ്ധമായിരുന്നു ഒരു രാത്രി മുഴുവനും. അപ്പൊ പിന്നെന്താണ്, യാക്കോബ് എന്ന ആ ഒരു വ്യക്തിയുടെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി അതൊരു രാജ്യമായി നിലനിന്ന് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ലോകാന്ത്യത്തോളം അങ്ങനെ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയലൻ്റായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് വയലൻ്റായിട്ട് ഉള്ള ജീവിതാനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഷ അച്ഛന് വെൽക്കം. അച്ഛാ പറഞ്ഞോളൂ. അച്ഛാ അൺമ്യൂട്ട് ചെയ്തോളൂ. അച്ഛാ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അച്ഛൻ ഇച്ചിരി ഉറക്കെ പറഞ്ഞോളൂ. ഒരു ഇച്ചിരി കേൾവിക്കുറവുണ്ട് ഇവിടെ. സ്വറ പണ്ടത്തെ മാതിരി അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. പറഞ്ഞോളൂ. ആമേൻ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജോസഫീന സിസ്റ്റർ കുറച്ച് നാള് ഒരു നാട്ടിലൊക്കെ ആയിരുന്നതിന്റെ ഒരു കുറച്ച് ദിവസം പ്രാർത്ഥനയിൽ നമുക്ക്. അച്ഛാ വൈഫൈ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നുണ്ടായിരുന്നുള്ളത്. പിന്നെ യാത്ര ചെയ്തതിന്റെ ക്ഷീണം, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വല്ലാണ്ടൊരു അലർജി പിടിച്ച് കോൾഡ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കൊണ്ട് ഇങ്ങനെ കയറാൻ പറ്റിയില്ല. അച്ഛൻ കയറി എന്നുള്ള വിവരം ഇവരെന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച എൻ്റെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വൈഫൈ കണക്ഷനൊക്കെ റീആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതും കൊണ്ടും കൂടെയാണ് കയറാൻ പറ്റാണ്ടിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരിയേറെ സന്തോഷം. വീണ്ടും നമുക്ക് പ്രാർത്ഥനയിലൂടെ ആമേൻ, ആമേൻ, അവസരം തന്നതിന് ദൈവത്തിന് ആമേൻ, ഹല്ലേലൂയ.
ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രത്യേകിച്ചും ക്രിസ്മസിന്റെ ഒരു അനുഭവം കഴിഞ്ഞ് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോ. പ്രത്യേകിച്ചും ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിലേക്ക് നോക്കുമായിരുന്നു. എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവര് പരിശുദ്ധ ദിവ്യകാരുണ്യനാഥന്റെ അത്ഭുതങ്ങള് അടയാളങ്ങളൊക്കെ ഇന്നും ലോകത്തിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ നഗ്നമായിട്ടുള്ള കണ്ണുകൾക്ക് ദർശിക്കാവുന്ന രീതിക്കുള്ള ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഗ്രൂപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതെല്ലാ ദിവസവും ദർശിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് തരുന്നതിന് ദൈവത്തിന് നമുക്ക് എത്ര തന്നെ നന്ദി പറയാനും മതി. അച്ഛനെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് മറ്റേത് ഞാൻ ഈശോയെ കണ്ടിരിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിൽ ഞാൻ ഓൺലൈനിൽ കൂടെ പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും ഒന്നേ കമ്പ്യൂട്ടറിലോ അല്ല ഫോണിൽ കൂടെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൽ ഞാനും സോഫി ഔസേപ്പിൻ്റെ വീട്ടിൽ നമ്മളെ ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞ് പുത്തമ്പള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു പള്ളിയാണ് പോകാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് പോയത്. അവിടെ ചെന്ന് കയറുമ്പം തന്നെ അവിടെ ഒരു 10-20 പേര് ഇരുന്ന് നിലത്ത് കുത്തിയിരുന്നും കമ്പഞ്ചിമ്മ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടും ചിലരൊക്കെ കൈപിരിച്ച് പിടിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ നിത്യാരാധന ചാപ്പലാണ്. അൾത്താരയുടെ പുറകിൽ സാധാരണ ഒരു കപ്പേളയുടെ അത്രയും വലുപ്പമുള്ള ഒരു സ്ഥലം കൊടുത്തിട്ട് വ്യാകുലമാതാവിൻ്റെ പള്ളിയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ സോഫിയോട് പറഞ്ഞു, നഗ്നമായ കണ്ണുകൾ കൊണ്ട് ആദ്യമായിട്ടാണ് അച്ഛ കാണുന്നത്. സോഫിയോട് ഞാൻ പറഞ്ഞു, സോഫി അർലിക്കയിൽ പിന്നെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറകിൽ ഏറ്റവും പുറകിൽ ബെഞ്ചിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു വീഴ്ചയൊക്കെ വീണു, മുട്ടൊക്കെ ഒരുമാതിരിയായി ഏന്തി വലിഞ്ഞാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ നേരത്താണ് എൻ്റെ വീടിൻ്റെ ഹോളിൽ ഞാൻ വെറുതെ മറിഞ്ഞു വീണത്. എന്നിട്ട് മുട്ടൊക്കെ വല്ലാണ്ടായി, ചുണ്ടൊക്കെ നിരത്തി എന്ന് ഇടിച്ച്, പല്ലുമൊക്കെ അതൊക്കെ വീങ്ങിയും ഒക്കെ കണങ്കാലും എല്ലാം ലിഗമെൻ്റ് പുള്ളായി, ഇങ്ങനെയൊക്കെയുള്ള വിഷമത്തിൽ അവിടെ ചെന്ന്. എന്നാലും ആ ദിവസം തന്നെ ഞാൻ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ഇത് കണ്ടതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തരാൻ പറ്റിയത്. ആദ്യമായിട്ട് അത് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഇങ്ങനെ കയ്യിൽ മുക്കിയിട്ട് വരച്ച കണക്കാണ്. അതങ്ങനെ സ്മഡ്ജ് ചെയ്താണ് ഇരുന്നത്, പരന്നാണ് ഇരുന്നത് ആ കുരിശ് ആകൃതി. എന്നിട്ട് വയ്യെങ്കിലും ഞാൻ നേരെ മുൻവശത്ത് പോയി മുട്ടുകുത്തി നിന്ന്, പിന്നെ അപ്പുറത്തേക്ക് ഒരു റെയിലിംഗ് മാതിരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചരട് കെട്ടി യു ഷേപ്പിൽ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റെപ്പുകളാണ് ഈശോ എഴുന്നള്ളിച്ച് വെക്കാൻ അച്ഛന്മാർ കയറി നിൽക്കുന്നത്. അപ്പം ഇതെനിക്ക് ഒത്തിരി, നാം വിചാരിച്ച് ചിലർക്ക് പറയാൻ പറ്റും AI ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലുണ്ടായതാണ് എന്നൊക്കെ പറയും. ഇതിപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് ഞാൻ എൻ്റെ ഇപ്പോൾ ഇതിലെടുത്തു. അതുകൊണ്ട് തന്നെ അവിടെ 2 സൈഡിൽ ഈശോ, കരുണയുടെ ഈശോ ഉണ്ട്. 2 സൈഡിലും ഒരേ പടം വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇനി എപ്പോഴേലും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പോയിട്ട് എങ്ങും ഒന്നും കാണിക്കാതെ അർലിക്ക മാത്രം എടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇനിയും ദൈവം അവിടെ തന്നെ പ്രത്യക്ഷപ്പെടുത്തി നമുക്ക് കാണിക്കും. ഇത് കാരണം വെച്ചാൽ ഇത് ഈ ജോസ്ഫന എന്ന് പറയുന്ന ഒരു വ്യക്തിക്കല്ല, കർത്താവ് ശരിയായിട്ടും അർലിക്കയിൽ എഴുന്നള്ളി ഇരിക്കുന്നുണ്ടോയെന്ന് ക്രിസ്ത്യാനികൾ, പുരോഹിതന്മാർ തന്നെ, സിസ്റ്റേഴ്സ് തന്നെ, സന്യസ്തർ തന്നെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഈ ചുമ്മാ ഇരിക്കുന്ന എന്നെ കൊണ്ടൊന്ന് ഇത് കാണിച്ചത്. അതെനിക്ക് ഒത്തിരിയധികം സന്തോഷം തന്നു. ആമേൻ, ആമേൻ. പറഞ്ഞോളൂ അച്ഛ. ആമേൻ. ഹല്ലേലൂയ. വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോ കേട്ടത്. ദൈവത്തിന് എത്ര നന്ദി പറയാനും മതിയാവുകയില്ല. കാരണം അത്രയ്ക്ക് മാത്രം ദൈവത്തിന്റെ അത്ഭുതം ദർശിക്കുവാനായിട്ട് ഇത് ഈ പറഞ്ഞ കണക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര എളുപ്പമല്ല. ഇങ്ങനെയുള്ള ഒരു വിശ്വാസവും അത് ദൈവം കാണിച്ചു തരിക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ വിശ്വാസം കൊണ്ടുള്ള കണ്ണുകൾ കാണപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അതിന് ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാനും ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോ എനിക്കും തോന്നിയത്, ശരിക്കും ഈ പരസ്യ ജീവിതത്തിലേക്ക് ഈശോ കടക്കുമ്പോൾ സ്നാപകയോഗ്യനാൽ ഈശോയെ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നതാണ് പറയുന്നത്. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനെയാണ് ശരിക്കും ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ്. അപ്പൊ നമ്മളവിടെ ഇതിന് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്, കർത്താവേ അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുവാനായിട്ട് ഞാൻ യോഗ്യനല്ല, അതൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ആമേൻ. ശരിക്കും ആ വചനം എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8:8 നിന്നാണ്. ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുമ്പോഴത്തേക്കും ശതാധിപൻ ഈശോയോട് പറയുന്നതാണ്, നീ എന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അതായത് അത്രത്തോളം നമ്മൾ എളിമപ്പെട്ടാൽ മാത്രമേ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരൂ എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എത്ര തന്നെ നമ്മൾ പ്രാർത്ഥനയിലും ഇതിലുമൊക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞാലും ചില അവസരങ്ങളിൽ പിശാച് നമ്മളെങ്ങനെ പരീക്ഷിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ കയറി എന്താണോ നമ്മളില് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ ഒരു പ്രശ്നത്തെ രൂപപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഇടയുണ്ട്. ആ അവസരത്തില് നമ്മുടെ അഹന്ത നീങ്ങാതെ ഒരിക്കലും അവിടെ ബ്ലെസ്സിങ് സംഭവിക്കുകയില്ല. നമ്മൾ എളിമപ്പെടാതെ ഒരിക്കലും അവിടെ അനുഗ്രഹം കടന്നു വരുവാനായിട്ട് സാധ്യമല്ല. അപ്പൊ നമ്മള് കരുണയുടെ പ്രേക്ഷിതയായ വിശുദ്ധ ഫൗസ്റ്റീന അമ്മ ശരിക്കും എപ്പോഴും നിരന്തരം ഇങ്ങനെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തില് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എപ്പോഴും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് ഉത്തരം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഒരു അവസരത്തില് ഈശോ കൊടുക്കുന്ന ദർശനം എങ്ങനെയാണ്, കാരണം ദേഷ്യപ്പെടുവാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടായ്ക കാണിക്കാനായിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാ വിശുദ്ധ ഫൗസ്റ്റീന അങ്ങ് ഏറ്റവും എളിമപ്പെട്ടുകൊണ്ട് കിട്ടുന്ന ദർശനം ഇതാണ്. അതായത് നമ്മള് നമ്മുടെ വീട്ടിന്റെ പടിവാതിൽക്കലൊക്കെ ഇടുന്ന ഈ ചവിട്ടി പോലെ ആണ് നിന്റെ ജീവിതം. എത്ര പേര് വന്ന് ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചവിട്ടി പോയാലും ശരി തന്നെ, അത്രത്തോളം അങ്ങ് എളിമപ്പെട്ടാൽ മാത്രമേ ശരിക്കും നമുക്ക് ആ ദൈവിക അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ കൊടുക്കുന്ന ഒരു ദർശനമാണ്. അത്രത്തോളം എളിമയിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അച്ഛൻ ഇത് പറഞ്ഞതിനോട് ഒരു വാക്യം കൂട്ടിച്ചേർക്കട്ടെ. അച്ഛൻ ഈ പുസ്തകം ഇപ്പൊ ഡയറി വായിച്ചു തുടങ്ങി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാനെന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ചവിട്ടി വല്ലതാണ്, എന്നെ ഇങ്ങനെ ചവിട്ടി വെച്ച് നടക്കാനായിട്ട്. നടക്കത്തില്ല, ഇതൊന്നും പറ്റത്തില്ല. ഞാൻ ആരുടെയും പിന്നെ താഴെയൊന്നും അല്ല, ഞാൻ എല്ലാവരിലും മുകളിലാണെന്ന് പറയുമ്പോൾ ഫൗസ്റ്റീനമ്മ പറയുന്നത്, ഞാനൊരു കാർപ്പറ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും എൻ്റെ മേത്ത് കൂടെ നടന്നു പോയിക്കോട്ടെ എന്നുള്ള ഒരു പറച്ചിലാണ്, അല്ലേ അച്ഛാ? അപ്പം അതാണ് എളിമ. ഞാൻ വിനീതനായിരിക്കുന്നത് പോലെ എന്നത് പറയട്ടെ, ഞാൻ നിങ്ങളും വിശുദ്ധനായിരിക്കുന്നതല്ല ആയിരിക്കട്ടെ എന്ന് പറയുന്നത്. അത് അച്ഛൻ പറഞ്ഞൊരു വലിയൊരു പോയിന്റാണത്. നമ്മൾ ആ എളിമപ്പെടലിൽ ക്രിസ്തു എളിമപ്പെട്ടതുപോലെ, സകലത്തിനും ത്യജിക്കപ്പെട്ടതുപോലെ, തന്നെ പിതാവിന്റെ തിരുഹൃദയത്തിനെ ഏൽപ്പിച്ചതുപോലെ നമ്മളെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മളെ വേർണാക്കി മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ് അച്ഛാ, പറഞ്ഞോളൂ. ആമേൻ, ആമേൻ, ആമേൻ. വലിയൊരു സന്ദേശമാണ് നമുക്ക് കർത്താവ് നൽകുന്നത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ദൈവത്തിന്റെ കുഞ്ഞാട് വീണ്ടും നമ്മൾ അനുസരിക്കുകയാണ്, വീണ്ടും ആട് എന്നുള്ള രീതിയിലോട്ട് പോകും. ഈ ആടെന്ന് പറയുന്നത് ശരിക്കും ഈ ദുർബലത നിറഞ്ഞ ഒരു മൃഗമാണ്. ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു മൃഗമാണ്. അപ്പൊ അവിടെയും ഈ എളിമപ്പെടല്, ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന എളിമപ്പെടല് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവം മനുഷ്യനായിട്ട് വരുന്നത്, ഒരു പക്ഷേ ഒരു കന്യകയിൽ നിന്ന് ദൈവം വരുന്നത് തന്നെ വിശ്വസിക്കാനായിട്ടൊക്കെ ഭയങ്കര പാടായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം കന്യകയിൽ നിന്ന് ജാതനായി കടന്നു വരുന്നു. അത് തന്നെ വിശ്വസിക്കാനായിട്ട് പാടായിട്ടിരിക്കുമ്പോഴാണ് ഈശോ അതിൽ നിന്നും വീണ്ടും മനുഷ്യർക്ക് ആഹാരമാകുവാനായിട്ടുള്ള അപ്പമായി മാറുന്നു. അത് അതിലും വലിയൊരു വിശ്വാസം, ഏറ്റവും വലിയൊരു വിശ്വാസമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആമേൻ. യേശുവേ ആരാധന. ആമേൻ. ഹല്ലേലൂയ. എന്നും ജീവിക്കുന്നു എന്നത് ശരിക്കും ഇന്ന് കാലത്തിന്റെ അടയാളത്തിൽ നമുക്കറിയാം. പല പള്ളികളിൽ ഒത്തിരി പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ആ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമായിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഇന്നിപ്പോ ഒരുപാട് ആൾക്കാര് അവിടെയുള്ള ഒരു തീർത്ഥാടന യാത്രയാണ് വിളക്കന്നൂരായിരുന്നാലും അതുപോലെ സ്ഥലങ്ങളിലും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഈശോ അവിടെ തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു രഹസ്യമായിട്ട് തന്നെ ജീവന്റെ അച്ചാരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകുവാനായിട്ട് ദൈവം ഒരുങ്ങുന്നു, ദൈവം തരുന്നു എന്നുള്ളതാണ്. അത് ഈ വിശ്വാസത്തിന്റെ ഒരു അകക്കണ്ണ് തുറക്കപ്പെട്ടാൽ മാത്രമേ നമുക്കെല്ലാവർക്കും, അത് പ്രത്യേകിച്ച്
പ്രത്യേകമായിട്ട് ഈ ഗ്രൂപ്പിലുള്ളവരായിരുന്നാലും എല്ലാവരും നമ്മൾ പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണിത് എന്ന് പറയുമ്പോൾ, ഈശോയോട് ഒരു കൃപയ്ക്ക് വേണ്ടിയായിട്ട് നമ്മൾ യാചിക്കുമ്പോൾ അങ്ങ് ഏറ്റവും ഈശോയോട് അത് മല്ലിട്ട് പിടിച്ച ആ ഗ്രേസ് മേടിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനെയാണ് വിശ്വാസത്തിന്റെ ഒരു അകക്കണ്ണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ഉൾക്കണ്ണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നഗ്നമായിട്ടുള്ള നേത്രമുണ്ട്. അതായത് കണ്ണടച്ചിയാണെങ്കിൽ വിശ്വസിക്കുകയാണ് ഈശോ. അപ്പൊ അത് ശരിക്കും ഈ ജോസഫീൻ അമ്മയുടെ ജീവിതത്തിൽ ശരിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും ഒരു വിശ്വാസത്തിന്റെ ഒരു വലിയൊരു ഉറച്ച ഒരു അടയാളമാണത്. ഈ ഇപ്പോ നമുക്ക് ദിവ്യകാരുണ്യത്തില് ഈശോയുടെ ജീവന്റെ സാന്നിധ്യം അറിയുവാനും അനുഭവിക്കുവാനും സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മുടെ വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകള് തുറക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഴമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനാമ്മ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കൃപയാണ് കാണുമ്പോഴെല്ലാം പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ എപ്പോഴെല്ലാം പോകുന്നു അപ്പോഴെല്ലാം ദർശനം ഓരോരോ ദർശനം ഈശോ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം 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 യേശുവിൻ രക്തം യേശുവിൻ രക്തം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിൻ്റെ നാമം ഉയർന്നിരിക്കട്ടെ, യേശുവിൻ്റെ നാമം ഉയർന്നിരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഐ റിബ്യൂക്ക് എവരി ഈവിൾ സ്പിരിറ്റ്, ഐ റിബ്യൂക്ക് എവരി ഈവിൾ സ്പിരിറ്റ്. ആമേൻ 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 ആമേൻ. ഗ്ലോറി 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 ഗ്ലോറി. മഹത്വം മഹത്വം മഹത്വം. യേശുവിൻ മഹത്വം, യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ നാമം, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, സ്തുതി, ആരാധന. ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് us. Come to us, O Lord. We worship you, we adore you, we thank you, we glorify your name, the mighty name. Amen amen amen. Glory 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 glory. Hallelujah 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 hallelujah. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുക. hallelujah hallelujah. I rebuke every evil that is in my house. Hallelujah hallelujah hallelujah. Glory 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 glory. Hallelujah 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 hallelujah. യേശുവേ ആരാധന. ആമേൻ 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 ഒഴുകുന്നുണ്ട് കർത്താവിന്റെ ആമേൻ. കൃപകൾ നിങ്ങൾ ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈശോ കാണുന്നു. ആമേൻ. ഈ നിമിഷം ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോയുടെ ആ തിരു രക്തം കൊണ്ട് ആ ഉദ്ദിഷ്ട കാര്യത്തിൽ കർത്താവ് ഇടപെടാനായിട്ട് ആമേൻ. ഈശോ കണ്ടോ യേശു. വീണ്ടും തുടർച്ചയായിട്ട് സുവിശേഷ ഭാഗത്ത് നമുക്ക് നമ്മൾ ഓരോരുത്തരും ഇനി രണ്ടാമത്തെ ആട്ടം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് മാറുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകൾ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെമ്മരിയാടുകൾ എന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതായത് സഹനങ്ങളും മുള്ളുകളും വേദനകളും ഒരുപക്ഷെ പ്രഘോഷിക്കാനായിട്ടൊക്കെ വിടാത്തതായിട്ടുള്ള, ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുൻപുള്ള ആഴ്ചയിലൊക്കെ ഒരുപാട് പള്ളികൾ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതായിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നതായിട്ട് ആഫ്രിക്കയിലായിരുന്നാലും ഇവൻ പാകിസ്ഥാനിലായിരുന്നാലും പല പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ എല്ലാം വചനം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഓരോരുത്തരെ അയക്കുമ്പോ ദൈവം നമുക്കിടാനായിട്ട് ഉദ്ദേശിക്കുന്ന പേര് നീയും ദൈവത്തിന്റെ ഒരു കുഞ്ഞാടാണ് എന്നുള്ള ആ ഒരു വചനമാണ് ദൈവം നമുക്ക് ഗ്രൂപ്പിലായിരിക്കുമ്പോഴും ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. ലിയോ 14-ാമൻ മാർപ്പാപ്പ ഈ ദിവസങ്ങളില് ശരിക്കും സന്തോഷത്തിന്റെ പകരക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ഈ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളുടെ ഒരു ചിത്രം
ഇന്റർനെറ്റിലൂടെ പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് അവിടെ സന്തോഷത്തിന്റെ പകരക്കാരായി മാറുക എന്ന് പറയുന്നതാണ് ശരിക്കും ഈ വചനം കൊണ്ട് നമ്മൾ ഓരോരുത്തരും വചനത്തെ അങ്ങ് മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് നമ്മൾ ഓരോരുത്തർ രൂപാന്തരപ്പെടുമ്പോൾ ഈ സന്തോഷത്തിന്റെ പകരക്കാരനായിട്ട് അതിന് ഫ്രാൻസിസ് അതിന് ഈ ലിയോ പാപ്പ കൊടുക്കുന്നത് ഈ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും ശരിക്കും പറയുകയാൽ ഈ ഒരു വചനം വളരെ ശക്തിയേറിയതാണ്. അതായത് നമ്മുടെ ദുർഘട സാഹചര്യങ്ങളിലൊക്കെ ശരിക്കും അവിടെ ഇടപെടേണ്ടി വരുന്ന അവസരത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്ന് നമ്മൾ പള്ളിയിൽ വായിച്ചു എവിടെയാണോ സ്നാപക യോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനം നടക്കുന്നു എന്ന് അറിയുന്ന മാത്രയിൽ തന്നെ ഈശോ നേരെ ഗലീലയിലേക്ക് കടന്നു. ഗലീലയിൽ നിന്ന് പരസ്യ ജീവിതം അവിടെ ആരംഭിച്ചു. എവിടെയാണോ വളരെ അവിടെ ഹെറോദ് രാജാവ് അവിടെ ചക്രവർത്തിയായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ തന്നെ ഈശോയ്ക്ക് വേണമെങ്കിൽ ഒളിച്ചു പോയി മറ്റൊരു സ്ഥലത്ത് വേണമെങ്കിൽ ആരംഭിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് എവിടെയാണോ വേദനകൾ തങ്ങി നിൽക്കുന്നത്, മുറിവുകൾ തങ്ങി നിൽക്കുന്നത്, രോഗങ്ങൾ തങ്ങി നിൽക്കുന്നത്, അവിടെ നിന്ന് തന്നെ ആരംഭിക്കണം. ചെന്നായ്ക്കുള്ള ശല്യം എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ തന്നെ പോയി ആരംഭിക്കുന്നതായിട്ട് അവിടെ നിന്ന് തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. അതുപോലെ തന്നെ അതിന്റെ തുടർന്നുള്ള തിരുവചന ഭാഗങ്ങളുണ്ട്. നെഫ്താലി ഇങ്ങനെ തുടങ്ങിയുള്ള പ്രദേശങ്ങളൊക്കെ ശരിക്കും പഴയ നിയമ കാലഘട്ടത്തില് അന്ധകാരത്തില് അസീറിയൻ പ്രവാസത്തിലൊക്കെ കഴിയുന്ന ജനങ്ങൾ അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രകാശം വരുമെന്നുള്ള ഒരു പ്രവചനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അന്ധകാരത്തിന്റെ നടുവിൽ പ്രകാശമായിട്ട് ദൈവത്തിന്റെ കുഞ്ഞാട് രൂപപ്പെടുകയാണ്. ഇതേ യാത്ര തന്നെ ഈ മരുഭൂമിയില് മോശ ഈജിപ്തിൽ നിന്ന് ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുടനീളം ഈ ഒരു അന്ധകാരത്തിന്റെ ശക്തി നിലനിൽക്കുന്നു. അതിനെ തുടർന്ന് വീണ്ടും അവിടെ പ്രകാശം ഉണ്ടാകുന്നു. മോശ അവിടെ പ്രകാശമായിട്ട് വീണ്ടും മാറുകയാണ്. സീനാമലയിൽ പോയിട്ട് വരുമ്പോഴെല്ലാം പ്രകാശത്തിന്റെ രശ്മി വന്ന് വീഴുന്നതായിട്ട് കാണുവാൻ. അപ്പോ ഈ ഒരു അന്ധകാരവും പ്രകാശവും വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതം മുഴുവൻ അങ്ങേറ്റം സഹനങ്ങൾ, വേദനകൾ, പിന്നീട് ആരാധനയ്ക്ക് പോയിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സന്തോഷം കിട്ടുന്നു, അവിടെ ഒരു സമാധാനം കിട്ടുന്നു, ഒരു പ്രകാശം കടന്നു വരുന്നു. ഈ അന്ധകാരവും ഈ ഒരു പ്രകാശവും നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും അവിടെ ജീവന്റെ പ്രകാശമായിട്ട് മാറുവാനായിട്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, എഫേസോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ, ആളുകളുടെയും പോരാടുകളുടെയും രക്തം കൊണ്ട് മനുഷ്യന്റെ പാപം കറവീക്കുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യനായിട്ടുള്ള ഈശോയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു അന്ധകാരവും പ്രകാശവും, അതിൽ പ്രകാശം എന്ന് പറയുന്നത് ഈശോയുടെ ഈ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോ, ഈ കുഞ്ഞാട് ബലിയാടായിട്ട് മാറുമ്പോ ശരിക്കും നമ്മുടെ എല്ലാ പാപക്കറകളെയും അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ ഈ രക്തം ഒഴുകുന്നതായിട്ടുള്ള നിത്യേനയുള്ള അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദൈവിക അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ദൈവം നമ്മൾ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തുവാനായിട്ട് തന്റെ ഏകജാതന നൽകാൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും തന്നോട് ചേർത്ത് നിർത്തുമ്പോൾ ഈ ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക്, ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകൾ ഉണ്ടാകുന്ന ആ ചെമ്മരിയാടുകളുടെ ഒരു അനുഭവത്തിലേക്ക്, ഞാനും ഈശോയും ഒന്നാകുന്ന ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു ദൈവികതയാണ് ഏറ്റവും വലിയ പാരമ്യമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. അവിടെ ഞാൻ എന്റെ വ്യക്തി വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ നിന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്താൽ മാത്രമേ നിനക്ക് എന്നിലോട്ട് അറിയുവാനായിട്ട് സാധിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ നമ്മോട് ഈ ഒരു ദൈവത്തിന്റെ ചെമ്മരിയാടാകാനായിട്ടുള്ള ഒരു വിളി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഈ വിളി
നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏറ്റെടുക്കാം. ആമേൻ. ശക്തമായിട്ടുള്ള ഈശോയെ ഞാൻ ഈ വിളി ഏറ്റെടുക്കുന്നു. ഞാൻ ഈ വിളി ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുന്ന കർത്താവേ, ഏറ്റെടുക്കുന്ന കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊരു കുഞ്ഞാടാണ്. ഞങ്ങളും ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടെന്ന് പറയുന്ന നമുക്ക് ഇതാ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞാടുകളായിട്ട് ഞങ്ങളെയും ഈ രാത്രിയിൽ മാറ്റണമേ. അച്ഛൻ്റെ ആ ഒരു സന്ദേശത്തിൻ്റെ ഞങ്ങൾക്ക് തന്ന ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനായിട്ട് കർത്താവെ കരുണ തരണമേ. ഞങ്ങൾക്കതിൻ്റെ ബോധ്യം തരണമേ, അതിനുള്ള ശക്തി തരണമേ, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ ആത്മാവിനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ പരസ്യ ജീവിതത്തിൻ്റെ സുവിശേഷ ഭാഗത്തു കൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇന്ന് മുതൽ ആ പരസ്യ ജീവിതത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഒരു മിഷൻ ലൈഫ് ഞങ്ങൾക്കും തിരഞ്ഞെടുത്ത് അങ്ങ് തരണമേ. ഓരോ മേഖലകളിൽ പ്രാർത്ഥന ആവശ്യമുള്ള മേഖലകളിൽ മധ്യസ്ഥം ചെയ്ത് നിൽക്കേണ്ട മേഖലകളിലെല്ലാം പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ഈശോയുടെ നാമം മഹത്വപ്പെടുമാറാട്ടെ. എല്ലാ നാമത്തിനും മേലായ നാമം മഹത്വപ്പെടുമാറാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മഹത്വം, 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 മഹത്വം. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവിന് മഹത്വം, യേശുവിന് നാമത്വം മഹത്വം, ഈശോയുടെ നാമത്തിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഗ്ലോറി, 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 ഗ്ലോറി. രക്തം, 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 തിരുരക്തം ഞങ്ങളുടെ എല്ലാവരുടെ മേലിൽ ഒഴുകട്ടെ. എല്ലാ സൗഖ്യത്തിന്റെ മേഖലകളിൽ ആവശ്യമുള്ളവർക്കെല്ലാം ഒഴുകട്ടെ. നിയമങ്ങളുടെ മേലിൽ ഒഴുകട്ടെ. ഫിനാൻസിന്റെ മേൽ ഒഴുകട്ടെ. ലോകത്തിന്റെ നാളെ ഞങ്ങൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നു, അവിടേക്ക് ഒഴുകട്ടെ. ഭരണകർത്താക്കളുടെ മേലിൽ ഒഴുകട്ടെ. ഇന്ത്യയിലേക്ക് ഒഴുകട്ടെ. നശിപ്പിക്കപ്പെടുന്ന ചർച്ചുകളിലുള്ള ആ വിശ്വാസികളുടെ മേലിലോട്ട് ഒഴുകട്ടെ. ഹല്ലേലൂയ. അവിടെ ജോലി ചെയ്യുന്ന പുരോഹിതന്മാരുടെ മേലിൽ ഒഴുകട്ടെ. മത നേതാക്കളുടെ മേലിൽ ഒഴുകട്ടെ. ഭരണകർത്താക്കളുടെ മേലിൽ ഒഴുകട്ടെ തിരുരക്തം. ഹല്ലേലൂയ. പാപത്തിന്റെ ബോധം കൊടുക്കണമേ കർത്താവേ. ബോധജ്ഞാനം കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്കുണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ജീസസ്, 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 ജീസസ്. നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവേ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ജീസസ്, ജീസസ്, ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാദർ നിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ മിനിസ്ട്രി, ഇറ്റലിയിലുള്ള പഠിത്തം, കാര്യങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തണമേ കർത്താവേ. ആത്മീയ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായി ഇദ്ദേഹത്തെ മാറ്റണമേ. അവിടുത്തെ പഠിത്തവും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആത്മാക്കളെ പിടിക്കുന്ന കർത്താവ് പത്രോസിനോട് പറഞ്ഞ കണക്ക് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്ന ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യനാക്കിയിട്ട് ഈ അച്ഛനെ മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും 100 ഇരട്ടി ആത്മാക്കളെ നേടാനായിട്ട് ഇദ്ദേഹത്തെ ഒരുക്കണമേ. പ്രാർത്ഥനയുടെ അനുഭവത്തെ കൊടുക്കണമേ. വിശുദ്ധിയുടെ ജീവിതം ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. മഹത്വം, മഹത്വം. യേശുവേ സ്തുതി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഇതിലൊരു ഈ ഒരു പുത്തമ്പള്ളിയിലെ ആ ഒരു തിരുരക്തം കണ്ടതെന്ന് പറഞ്ഞാൽ വിജയിയായ ക്രിസ്തുവിനോട് കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളും വിജയികളാകും. അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്ന ഈ സോഫി എൻ്റെ കൂട്ടത്തിൽ നിന്നു. അതുകൊണ്ട് സോഫി ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ കുർബാനയെല്ലാം കഴിഞ്ഞ് എല്ലാം നൊവേനയെല്ലാം സെൻ്റ് ആൻ്റണിയുടെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ലൂർദ് പള്ളിയുണ്ട്, പുത്തമ്പള്ളിയുണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. പുത്തമ്പള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ട് ഇമോഷനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ലൂർദ് പള്ളിയിൽ ഇനി ഒരു ദിവസം പോകാൻ എനിക്ക് മേലെ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഇവിടുന്ന് വെളുപ്പിനെ ട്രെയിനിന് പോയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിചാരിച്ചോണം. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ കൂട്ടത്തിൽ വന്നതുകൊണ്ട് സോഫിയെ ദൈവം ഉപേക്ഷിച്ചില്ല. ഞാൻ കണ്ട കാഴ്ച തന്നെ സോഫിയും ആ അർലിക്കെ കാണാൻ കഴിഞ്ഞു. എന്താണ് കണ്ടതെന്നുള്ളത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് വ്യക്തമായിട്ട്. എന്താണ് സംഭവം, എന്തോ കണ്ടു, അത് ശരിയാണ്. സാധാരണ കാണുന്നൊരു തിരുവോസ്തി മാത്രമല്ലായിരുന്നു അർലിക്കയിൽ ഇരുന്ന്. ആ തിരുവോസ്തിയിൽ ഞാൻ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്,
ഇപ്പൊ റെക്കോർഡിങ്ങിലുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു സോഫി അർലിക്കയിൽ എന്തോ സംഭവം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. അത് സോഫിയും സ്വന്തം കണ്ണാൽ കാണാനിടയാക്കി. അതാണ് മഹത്വം, അതാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ കൃപ. അല്ലാണ്ട് നമ്മൾ ഒരാൾ പറഞ്ഞ് കാണുന്നത് അത് വേറൊരു അനുഭവമാണ്. അത് എല്ലാവർക്കും ഇപ്പം ഞാൻ നടക്കുന്ന നമുക്ക് ക്യാമറ എടുത്തുകൊണ്ട് അർലിക്ക് അത് ഉറച്ച് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് പക്ഷെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് അത് നിർവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അനുഭവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നഗ്നമായ കണ്ണുകൊണ്ട് കാണുകയാണ്. സോഫിക്ക് ആ ഭാഗ്യം ലഭിച്ചു. ഇതിലുള്ള മറ്റ് പലരും അർലിക്കയിൽ അത്ഭുതങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാരുമാണ്. ഡെയിലി അർലിക്ക എഴുന്നള്ളിച്ച് ചോദിച്ച് ആരാധിക്കുന്ന ആൾക്കാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ അച്ഛ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോളൂ അച്ഛ. ആമേൻ, ആമേൻ. ഞങ്ങൾ ആരാധിക്കുന്നു. പാടെല്ലാരും കൂടെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി. ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി ജീസസ്. ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടെ കർത്താവ് ഈ നിമിഷം ഓരോ മക്കളെ നിറയ്ക്കുന്നതായിട്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ പ്രാർത്ഥന ശക്തിയുടെ അനേക ശുദ്ധീകരണ ആത്മാക്കള് രക്ഷ പ്രാപിക്കുന്നതായിട്ട് ആമേൻ. അനേക മക്കളെ കർത്താവ് ഈ നിമിഷം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടിയായിട്ട് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങളുടെ മേലെ യാചനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ സഹോദരങ്ങൾ എല്ലാവരും കർത്താവിന്റെ തൃക്കരങ്ങളിലൊക്കെ സമർപ്പിച്ചു കൊടുക്കാം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വല്ലപ്പോഴേ Hallelujah. 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 Amen. Hallelujah. 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 Amen. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ.
എല്ലാ മക്കളും ആമേൻ കൊണ്ട് നിറയപ്പെടുന്നു. ഒത്തിരി അതിശയം കൊണ്ട് നിറയപ്പെടുന്നുണ്ട്. അനേകം മക്കൾക്ക് കൃപകളും വരങ്ങളും കൊണ്ട് നിറയപ്പെടുന്നു. ആമേൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകളും കൊണ്ട് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കുവാനായിട്ട് ജീവന്റെ ഉടയവനെ കാണുവാനായിട്ട് കർത്താവ് ജീസസ് ആമേൻ ഫൗസ്റ്റീനയിലൂടെയുള്ള പ്രത്യേക കൃത നിങ്ങൾക്ക് നിമിഷം കരുണയുടെ വക്താക്കളായിട്ട് മാറുവാനായിട്ട് കരുണയുടെ ഈശോയുടെ കരുണയുടെ അർത്ഥം നിങ്ങളുടെ ഒത്തിരി മക്കള് ഒത്തിരി കഷ്ടപ്പാടിലൂടെ വേദനകളിലൂടെയൊക്കെ ഒരു അഡൽട്ട് പോലെ ഇങ്ങനെ തടസ്സങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്നതായിട്ടുള്ള കുറേയേറെ കർത്താവിന്റെ വിഷയം വെളിപ്പെടുന്നുണ്ട്. മുക്തി പ്രാപിക്കുവാനായിട്ട് അങ്ങേറ്റ എളിമപ്പെടുന്നതിനുള്ള കൃപ കർത്താവിന്റെ കൊണ്ടിരിക്കുന്നത് കരുണയുടെ പ്രദേശത്തിൽ നിന്ന് അതൊഴുകി നിങ്ങളുടെ പ്രദേശത്തിലേക്ക് ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് ജീസസ് ആമേൻ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലാണ് വർഷിക്കുന്നത്. ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിങ്ങളുടെ നെറ്റിയിൽ കുരിച്ചിട്ടുകൊണ്ട് ഈ നിമിഷത്തെ പ്രാർത്ഥിക്കും. അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ അമ്പരാനെ ആമേൻ 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 ആമേൻ. കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കും. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നത് ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോഴും കരുണ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവമേ, പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കടന്നിരുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിരവധിയായിട്ടുള്ള യാചനകളും പ്രാർത്ഥനകളും ഒക്കെ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും ഉദ്ദിഷ്ട കാര്യങ്ങളിൽ അങ്ങ് ശക്തമായിട്ട് ഇടപെടണം. സകല വിധത്തിലുള്ള വൈശാചിക ആക്രമണങ്ങളിൽ നിന്നും തിന്മശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സകല വിധത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്നും കൂടോത്തരത്തിൽ നിന്നും ക്ഷുദ്ര പ്രവർത്തികളിൽ നിന്നും വിച്ഛിപ്രായത്തിന്റെ ബന്ധനത്തിൽ നിന്നും
സകല വിധത്തിലുള്ള വൈജ്ഞാനിക ബന്ധനങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന സഹോദരങ്ങളെ ഈശോയുടെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്യത്തിന്റെ അധികാരം കൊണ്ട് അവിടുന്ന് അടിസ്ഥാനത്തിൽ ഈ നിമിഷം സഭയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തിയെ നീ ആരായിരുന്നാലും നിന്നോട് നിന്റെ ക്രൂരാഴ്ചയോട് ചേർന്നു ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം ആജ്ഞാപിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക. ഈശോയുടെ നാമത്തിൽ അഴിക്കുന്നു, വ്യക്തികൾ വശീകരിക്കുന്നു. ധന്യവാനായ ദൈവമേ, പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയായിട്ട് ദാഹിക്കുന്നതായിട്ട് കർത്താവ് നിമിഷം വെളിപ്പെടുത്തുന്നതല്ലോ. അവിടുത്തെ അനുഗ്രഹത്തിന്റെ നീരുറവ് ഇവരുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയേണ്ടതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വിധത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നൽകണമേ. ആരോഗ്യം നൽകി നിറയ്ക്കണമേ. ദൈവത്തിന്റെ കൃപകൾ സമൃദ്ധമായി ഇവരുടെ കുടുംബങ്ങളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. കരുണയെ സ്നേഹിക്കുവാൻ, അനുഭവിക്കുവാൻ ഇവരെ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ അനുഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സന്ദേശവും അരൂപി നിറഞ്ഞ ഒരു ടോക്കുമാണ് അച്ഛൻ തന്നത്. അതിന് ഞാൻ ദൈവത്തിനും അച്ഛനും നന്ദി പറയാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എല്ലാവരും അത് തന്നെ അനുഭവിച്ചു എന്ന് ഞാനും വിശ്വസിക്കുകയാണ്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അനുഭവം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു അച്ഛാ. ഗുഡ് ഈവനിങ് ദെൻ. ഓക്കെ, താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാലിയില്ല, ആലയില്ല. ആരാണ്? സിജി. രണ്ടുപേരും ഉണ്ടല്ലോ അല്ലേ? സിജി പോൾ എന്തെങ്കിലും കണ്ടോ? ദർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഞാൻ കണ്ടത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാവിന്റെ രൂപത്തില് പോകുന്നുണ്ടായി. ആമേൻ. പിന്നെ ഇന്ത്യക്ക് വേണ്ടി ലാലി പ്രാർത്ഥിച്ചപ്പോ ഞാൻ കണ്ടത് നോർത്ത് സൈഡിലാണ് ഏതോ ഒരു പള്ളിയിലിരുന്ന് ഒരു അമ്മയും രണ്ട് മകളും ഇങ്ങനെ തലയിലൊക്കെ സ്കാർഫൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ട് ഒരു പെമ്പിള്ളേരും പിന്നെ ഒരു അമ്മയാണ് പ്രാർത്ഥിക്കുന്നത്. ബാക്കിൽ കണ്ടിട്ട് ഈ ഗോവൻസിന്റെ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് ക്ലിയർ ആയി ഒരു ദർശനം ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന ദൈവം കണക്കിലെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമേൻ. പിന്നെ അച്ഛൻ നിശാന്തൻ പ്രാർത്ഥിച്ചപ്പോ ഞാൻ കണ്ടത് കുരിശിൽ കിടക്കുന്ന ഈശോ നമ്മളെല്ലാവരെയും ആലിംഗനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് അത്രേ ഉള്ളൂ. നമുക്കപ്പം കുരിശിൽ നിന്ന് നമ്മളെ ആലിംഗനം ചെയ്യുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. പിന്നെ എന്താണ്? പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ആ രാജ്യത്തിന്റെ മെഫിജിയുടെ മേളിൽ കൂടെ പോകുന്ന ആ ഒരു റിവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് നന്ദി പറയാം പരിശുദ്ധാത്മാവിന്. പിന്നെന്തായിരുന്നു? അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മധ്യസ്ഥ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡിസേൺമെന്റ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ അച്ഛൻ ഇനി ഒരു പൗരോഹിത്യ ബ്ലെസ്സിങ് കിട്ടിയതിൻ്റെ ശേഷം ഞാൻ ബ്ലസ് ചെയ്യുന്നത് അത് ഡീസൻ്റ് ആയിരിക്കുകയില്ല. നമുക്കിവിടെ അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ മക്കളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. നാളെ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബി ബ്ലെസ്ഡ്, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലൊരു പുതിയൊരാഴ്ച നേരുന്നു. നാളെ നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കാണുന്ന കുർബാനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.